പറഞ്ഞാൽ തീരാത്ത കഥകളും ആശയങ്ങളുമാണ് രാമായണം എന്ന ഇതിഹാസത്തിന്റെ പ്രത്യേകത. ഓരോ തവണ വായിക്കുമ്പോഴും ഓരോരോ അറിവ് നൽകുന്ന അപൂർവ ഗ്രന്ഥങ്ങളിലൊന്ന്. ഇന്നത്തെ കഥാപാത്രങ്ങളെക്കുറിച്ച് നമ്മളോട് സംസാരിക്കാൻ വ്യാസൻ റെഡിയാണ് വാത്മീകത്തിലൂടെ. എല്ലാവർക്കും നമസ്കാരം. രാമനോടൊപ്പമുള്ള യാത്രയാണ് രാമായണം. രാമനോടൊപ്പം നിരന്തരമായി യാത്ര ചെയ്ത ഒരാളെക്കുറിച്ച് കൂടി രാമായണം നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അത് രാമന്റെ പാതിയായിട്ടുള്ള സാക്ഷാൽ സീതാദേവിയെ കുറിച്ചാണ്. ദേവി മഹാലക്ഷ്മിയുടെ അവതാരമായിട്ടാണ് കണക്കാക്കുന്നത്. എങ്കിൽ പോലും ഭഗവാൻ ശ്രീരാമൻ ഒരു മനുഷ്യഭാവത്തിൽ ഭൂമിയിൽ ജനിക്കുമ്പോൾ ദേവിയും ഒരു മനുഷ്യ സ്ത്രീയായിട്ട് തന്നെയാണ് വിദേഹം എന്ന രാജ്യത്തെ മിഥില എന്ന തലസ്ഥാനത്ത് ജനകൻ എന്ന സ്ഥാനപ്പേരുള്ള സീരധ്വജൻ എന്ന് പറയുന്ന രാജാവിന്റെ മകളായി ജനിക്കുന്നത്. അദ്ദേഹത്തിന് യജ്ഞം നടത്താൻ വേണ്ടി ഒരു നിലം ഉഴുന്ന സമയത്ത് ദേവിയെ കിട്ടി എന്നാണ് ഐതിഹ്യം. അദ്ദേഹത്തിന് ഭൂമിദേവിയിൽ നിന്ന് കിട്ടിയ ആളായതുകൊണ്ട് അമ്മ ഭൂമിദേവിയുടെ മകളാണ് എന്ന സങ്കല്പവും ഉണ്ട്. മിഥിലയുടെ രാജകുമാരി ആയതുകൊണ്ട് മൈഥിലി എന്നും വിദേഹത്തെ രാജകുമാരി ആയതുകൊണ്ട് വൈദേഹി എന്നും ദേവിയെ വിളിക്കുന്നു. രാമായണത്തിലെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള സ്ത്രീ കഥാപാത്രം ഏത് എന്ന് ചോദിച്ചാൽ സീത എന്ന ഉത്തരം ഏതൊരാൾക്കും പറയാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഭാരതീയ പാരമ്പര്യത്തിലെ പഞ്ചകന്യകമാരിൽ ഒരാളാണ് സീത. പലരും സീതയെ ഒരു ബലഹീനയായിട്ടുള്ള വനിതയായിട്ടാണ് ചിത്രീകരിക്കാറുള്ളത്. അശോകവനിയിൽ എപ്പോഴും കരഞ്ഞുകൊണ്ടിരിക്കുന്ന, സദാ തന്റെ വിരഹത്തെക്കുറിച്ച് മാത്രം ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സീതയെയാണ് പലരും ചിത്രീകരിക്കാറുള്ളത്. എന്നാൽ അങ്ങനെയാണോ യഥാർത്ഥത്തിൽ സീതയുടെ ജീവിതം? ഒരിക്കലുമല്ല. മൈഥിലി ഒരു രാജകുമാരിയാണ്. അതുകൊണ്ട് തന്നെ എല്ലാവിധ കലകളും ആയുധാഭ്യാസവും പാണ്ഡിത്യവും തികഞ്ഞ യുവതിയായിരുന്നു സീത. അമ്മയുടെ ബലം മനസ്സിലാക്കാനായി രാമായണത്തിൽ തന്നെ ഒരു കഥ പറയുന്നുണ്ട്. ഭഗവാൻ മഹാദേവന്റെ ചാപം, അതായത് ശൈവചാപം, സീരധ്വജനായിട്ടുള്ള ജനകൻ തന്റെ കൊട്ടാരത്തിൽ വെച്ച് പൂജിച്ചിരുന്നു. അതീവ ഭാരമേറിയ വില്ല് എത്രയോ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് പടയാളികൾ ഒരുമിച്ചാണ് ഉയർത്താറുള്ളത്. ഒരിക്കൽ സീതാമാതാവ് കുട്ടിയായിരിക്കുന്ന സമയത്ത് എന്തോ കളിക്കുന്നതിന്റെ ഇടയിൽ അമ്മയുടെ കയ്യിലുള്ള ഒരു പന്ത് ഈ വില്ല് വെച്ചിരിക്കുന്ന ആ പെട്ടിയുടെ താഴേക്ക് ഉരുണ്ടുപോയി എന്നാണ്. എന്നാൽ സീത തന്റെ കുഞ്ഞു കൈകൊണ്ട് വളരെ അനായാസം എടുത്തുയർത്തി പന്ത് വീണ്ടെടുത്തു. ഇത് കണ്ടു നിൽക്കുന്ന ജനകന് മനസ്സിലാകുന്നു, ഇത് ഒരു സാധാരണ കുട്ടിയല്ല. ഇവളെ വിവാഹം കഴിക്കുന്ന ആളും ഒരു സാധാരണക്കാരനാവാൻ പാടില്ല. അതുകൊണ്ട് ഇവൾ എടുത്തുയർത്തിയ ഈ വില്ല്, ശൈവചാപം, ആരാണോ ഇനി എടുത്തുയർത്തുന്നത് അവർക്ക് മാത്രമേ ഞാൻ മൈഥിലിയെ വിവാഹം ചെയ്തു കൊടുക്കൂ എന്ന് അവിടെ വെച്ചാണ് ജനകൻ തീരുമാനിക്കുന്നത്. സാക്ഷാൽ മഹാദേവൻ എടുത്തുയർത്തിയ ധനുസ് ഉയർത്താൻ ശേഷിയുള്ളവളായിരുന്നു സീത. അതുകൊണ്ട് തന്നെ സീതയെ ഒരു ബലഹീനയായിട്ടുള്ള വനിതയായിട്ടല്ല, ഒരു ഊർജ്ജസ്വലയായിട്ടുള്ള, ഒരു പോരാളിയായിട്ടുള്ള, ഒരു പണ്ഡിതയായിട്ടുള്ള രാജകുമാരിയായിട്ട് വേണം നമ്മൾ കാണാൻ. ഭാരത സ്ത്രീയുടെ പാതിവൃത്യത്തിന്റെ പ്രതീകമാണ് സീത. എന്തെല്ലാം തരത്തിലുള്ള പ്രലോഭനങ്ങൾ ഉണ്ടായപ്പോ പോലും രാമനെ തള്ളിപ്പറയാത്തവളാണ് സീത. അശോകവനിയിൽ കഴിയുന്ന സീതാദേവിയുടെ കാലത്ത് രാവണൻ, അഴകിയ രാവണനായി നിരവധിയായിട്ടുള്ള പട്ടുവസ്ത്രങ്ങൾ, ആഭരണങ്ങൾ, നിരവധിയായിട്ടുള്ള വാഗ്ദാനങ്ങളൊക്കെ തന്നെ സീതാദേവിക്ക് നൽകുന്നുണ്ട്. സീതയെ പ്രലോഭിച്ച് തന്റെ ഭാര്യയാക്കി തീർക്കണം എന്നായിരുന്നു രാവണന്റെ ആഗ്രഹം. രാവണന്റെ ചോദ്യങ്ങൾ കേട്ട്, രാവണൻ തനിക്ക് നേരെ വെച്ച് നീട്ടുന്ന സമ്മാനങ്ങൾ കേട്ട്, രാവണന്റെ മുഖത്തേക്ക് നോക്കാതെ അശോകവനികയിൽ നിന്ന് ഒരു പുൽത്തൃണം പറിച്ചെടുത്ത് അതിലേക്ക് നോക്കി സംസാരിക്കുന്ന സീതയെ നമുക്ക് രാമായണത്തിൽ കാണാൻ സാധിക്കും. ഒന്ന്, ഞാൻ നിനക്ക് തരുന്ന വില ഈ ഒരു വിലയാണ് എന്ന് സീത രാവണനോട് പറയാതെ പറയുന്നു. രണ്ട്, തന്റെ പതിയായിട്ടുള്ള ശ്രീരാമചന്ദ്രന്റെ മുഖത്തേക്ക് അല്ലാതെ മറ്റൊരു പുരുഷന്റെയും മുഖത്തേക്ക് ഞാൻ നോൽക്കില്ല എന്ന അമ്മയുടെ വാഗ്ദാനം അവിടെ പാലിക്കപ്പെടുന്നു. സീതാപഹരണമാണ് രാമായണത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവ വിശേഷം. സീതാപഹരണത്തിന് ശേഷമാണ് രാവണനെയും കുംഭകർണനെയും വധിക്കുക എന്നുള്ള രാമാവതാര ഉദ്ദേശം നടപ്പിലാകുന്നത്. അതുകൊണ്ട് തന്നെ രാമന്റെ അവതാര ഉദ്ദേശം പൂർത്തിയാക്കാൻ വേണ്ടി സാക്ഷാൽ മഹാലക്ഷ്മി ആകുന്ന ഭഗവതി ആടിയ ഒരു ലീലയായിട്ടാണ് സീതാപഹരണത്തെ കാണുന്നത്. ഒരു ഭാഗത്ത് ദേവിയെ നാം മഹാലക്ഷ്മിയായി ഉയർത്തുമ്പോൾ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു മനുഷ്യ സ്ത്രീയായി അമ്മ ഈ ഭൂമിയിൽ ജനിക്കുമ്പോൾ ഒരു മനുഷ്യ സ്ത്രീക്ക് എന്തെല്ലാം ചപലതകളുണ്ടോ അതെല്ലാം തന്നെ അമ്മയിൽ പ്രകടമായി കാണാമായിരുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട സന്ദർഭമാണ് മാരീചനാകുന്ന പുള്ളിമാനെ തേടി രാമൻ വേട്ടയ്ക്ക് പോകുന്ന സമയത്ത് ലക്ഷ്മണനെ അവിടെ കാവൽ നിർത്തിയിട്ടാണ് ഭഗവാൻ പോകുന്നത്.
ലക്ഷ്മണ എന്നുള്ള ഉറക്കെയുള്ള നിലവിളി കേട്ട് സംശയിക്കുന്ന സീത തന്റെ ഭർത്താവിന് എന്തോ സംഭവിച്ചിട്ടുണ്ടെന്നും ലക്ഷ്മണനോട് പോയി കാര്യങ്ങൾ അന്വേഷിക്കാനും പറയുന്നു. എന്നാൽ തന്റെ ജ്യേഷ്ഠന്റെ വീരതയിൽ അത്യന്തം വിശ്വാസമുണ്ടായിരുന്ന ലക്ഷ്മണൻ അത് നിരസിക്കുകയും ആ സമയത്ത് ദേവി ഒരു മനുഷ്യ സ്ത്രീയെ പോലെ തന്റെ സഹോദരനായിട്ടുള്ള തന്നെ സ്വന്തം അമ്മയെ പോലെ കാണുന്ന ലക്ഷ്മണന്റെ മുഖത്ത് നോക്കി പറയുന്ന വാക്കുകൾ രാമായണത്തിലുണ്ട്. ഒരേ സമയം ആ മഹാലക്ഷ്മി ചൈതന്യവും അതേസമയം ഒരു മാനുഷിക ഭാവവും മാറി മാറി സീതയിൽ കാണാൻ സാധിക്കുന്നു. അതുകൊണ്ട് തന്നെ സീതയെ രാമായണത്തിൽ വായിക്കുന്ന സമയത്ത് ഏതൊരു പതിവ്രതാ രത്നത്തിനും സീതയുടെ മാതൃക പിന്തുടരാൻ സാധിക്കണം. ഇങ്ങനെ ആയിരിക്കണം എൻ്റെ ജീവിതം ഇനി മുന്നോട്ട് പോവേണ്ടത്. എൻ്റെ പതിയുടെ ധർമ്മത്തിൽ, അദ്ദേഹം നടത്തുന്ന പ്രവർത്തനങ്ങളിൽ എൻ്റെയും പങ്കാളിത്തം ഉണ്ടാവണം എന്നുള്ള നിർബന്ധം സീതയെ പോലെ നമ്മുടെ ഓരോ സ്ത്രീരത്നങ്ങൾക്കും ഉണ്ടാവേണ്ടതായിട്ടുണ്ട്. അതിലൂടെ വേണം നമുക്ക് കൂടുതലായി സീതയെ മനസ്സിലാക്കാൻ, സീതയുടെ തത്വങ്ങളെ മനസ്സിലാക്കാൻ. കേരളത്തിലെ പ്രധാനപ്പെട്ട സീതാക്ഷേത്രം അത് സീതാദേവിയുടെ മാത്രം ക്ഷേത്രമായി കാണുന്നില്ല. അവിടെ സീതയ്ക്ക് രാവണനിൽ ജനിച്ച 2 പുത്രന്മാർ ലവനും കുശനും അവരുടെ കൂടി സാന്നിധ്യമുള്ള ക്ഷേത്രം കേരളത്തിലെ വയനാട് ജില്ലയിൽ പുൽപ്പള്ളി എന്ന് പറയുന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്നുണ്ട്. മുരിക്കന്മാർ ദേവസ്വം ശ്രീ സീതാ ലവകുശ ക്ഷേത്രം എന്നാണ് ആ ക്ഷേത്രത്തിന്റെ പേര്. അവിടെ ദേവിയെ വിളിക്കുന്ന പേര് ജഡേറ്റ കാവിലമ്മ അല്ലെങ്കിൽ ചേടാറ്റിൻ കാവിലമ്മ എന്നാണ്. അതിന്റെ ഒരു ചെറിയ ഐതിഹ്യം പറഞ്ഞ് നമുക്ക് ഈ അധ്യായത്തിൽ നിന്ന് വിടവാങ്ങാം. ഭഗവാന്റെ അവതാരോദ്ദേശം പൂർത്തിയായി ദേവിയുടെ അന്തർധാന സമയത്ത് സാക്ഷാൽ ശ്രീരാമസ്വാമി ദേവി തന്റെ മാതാവായിട്ടുള്ള ഭൂമി ദേവിയിലേക്ക് വീണ്ടും തിരിച്ചു പോകുന്നു എന്ന് കണ്ടപ്പോൾ അമ്മ ഈ ഭൂമിക്കടിയിലേക്ക് താഴ്ന്നു പോകുന്നത് തടയാനായി ദേവിയുടെ മുടിക്ക് കയറി പിടിച്ചത്രേ. അമ്മ മുടി അറ്റുകൊണ്ട് താഴേക്ക് ഭൂമിയിലേക്ക് ആണ്ടാണ്ട് പോവുകയും ചെയ്തു. അതുകൊണ്ട് അമ്മയുടെ ജഡയറ്റ കാവ്, അതായത് അമ്മയുടെ മുടി അറ്റുപോയ കാവായതുകൊണ്ട് അതിന് ജഡയറ്റ കാവ് അല്ലെങ്കിൽ ചേടാറ്റിൻ കാവ് എന്ന പേരിലും ആ സ്ഥലം അറിയപ്പെടുന്നു. ഇപ്പൊ രാമായണ മാസക്കാലത്ത് സീതയെ അറിയുന്നവർ, സീതയെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നവർ ചേടാറ്റിൻ കാവിൽ അമ്മയായിട്ടുള്ള ഭഗവതിയെ എന്നും മനസ്സിൽ സ്ഥിതപ്രതിഷ്ഠ ചെയ്തുകൊണ്ട് പാതിവൃത്യത്തിന്റെ കൂടുതൽ മൂല്യങ്ങളിലേക്കും കൂടുതൽ തലങ്ങളിലേക്കും സഞ്ചരിക്കാൻ ഈ രാമായണ മാസക്കാലം ഉപയോഗിക്കണമെന്നുള്ള അഭ്യർത്ഥനയോടുകൂടി ഈ അധ്യായത്തിൽ നിന്ന് വിടവാങ്ങുന്നു. എല്ലാവർക്കും നന്ദി, നമസ്തേ.